അപ്പോൾ നിഖിലേച്ചി റീസെൻ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഞാൻ റിയൽ ലൈഫിൽ റൊമാൻസ് ചെയ്താൽ വളരെ ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുന്നു, പക്ഷെ ഇതിൽ ഫിലിമിൽ കാണുമ്പോൾ അങ്ങനെ ഓക്വേർഡായിട്ട് തോന്നില്ല, ഭയങ്കര ചുമ്മാ ഡയലോഗ് അടിക്കുന്നതല്ലേ. എത്ര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിഖിലയാണെങ്കിലും ആരാണെങ്കിലും ദേവിക ചേച്ചി ആണെങ്കിലും ഫസ്റ്റ് മൂവിയാണ്, പക്ഷേ വളരെ നന്നായിട്ട് തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്. അത് ചുമ്മാ ഇൻ്റർവ്യൂവിൽ പറയുന്ന ഇത് മാത്രമാണ്. എല്ലാവരും അവരവരുടെ പാട്ട് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അനു ആണെങ്കിലും ഹക്കീമാണെങ്കിലും എല്ലാവരും, എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഓൺലൈൻ മീഡിയാസ് എന്താണ് ഓൺലൈൻ മീഡിയാസ് ആക്ടേഴ്സിൻ്റെ പ്രൈവസിയിൽ കടന്നു ചെല്ലുന്ന രീതിയിൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ എന്താ അതിന് പറയണേ, അതിനൊക്കെ ഇപ്പോൾ കമൻ്റ് ഒന്നും പറയാനില്ല. എല്ലാവരും അവരവരുടേതായിട്ടുള്ള സ്പേസസ് ഉണ്ട്, അത് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അത് ആരാണെങ്കിലും മീഡിയ ആണെങ്കിലും ആരാണെങ്കിലും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള മാത്രം സമയങ്ങളും സ്ഥലങ്ങളും പ്രൈവസി ഉണ്ടായിരിക്കും. അതിലേക്ക് ആര് കടന്നു ചെല്ലുന്നത് നല്ലതാണെന്ന് കരുതുന്നു. ഓൺലൈൻ മീഡിയാസ് എന്ന പ്രൈവസിയിൽ കടന്നു ചെല്ലുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കേട്ടാണല്ലേ? അല്ല, ചോദിക്കുകയാണ് ഇപ്പം. ഇല്ല, അതാണ് മീഡിയ എന്ന് മാത്രം ഞാൻ പറയുന്നില്ല. ആരാണെങ്കിലും ഒരാളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക്, പേഴ്സണൽ സ്പേസിലേക്ക് അവരുടെ അനുവാദം ഇല്ലാണ്ട് ചെയ്യുന്നത് എപ്പോഴാണെങ്കിലും മോശമായിട്ടുള്ള കാര്യമാണ്. അത് ഇന്നാണെന്നൊന്നുമില്ല, മീഡിയ എന്ന് മാത്രമില്ല, അല്ലെങ്കിൽ വേറൊരാളെന്ന് മാത്രമില്ല. ആരാണെങ്കിലും അനുവാദമില്ലാണ്ട് ചെയ്യുന്നത് മോശമാണ്. നിഖിലേച്ചി ഷൂട്ടിങ്ങിലാണോ? വന്ന് കണ്ടില്ല. അവൾ എനിക്ക് തോന്നുന്നു വൈകിട്ടത്തേക്ക് ജോയിൻ ചെയ്യും. വിജയേട്ടനാ? വിജയേട്ടൻ്റെ കാര്യം എനിക്കറിയില്ല. പുള്ളിക്കാരൻ ചെന്നൈയിൽ ഷൂട്ടിലാണെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രമോഷൻ്റെ ടൈമിൽ പറഞ്ഞത്. ഞാൻ ഇന്ന് രാവിലെ എത്തിയിട്ടേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ ടീമിൻ്റെ ആൾക്കാരെ കാണുമ്പോഴായിരിക്കും അറിയുന്നത്. നമ്മൾ സഞ്ചരിക്കണം, അപ്പോൾ കിട്ടും. ഈ സിനിമയുടെ ഈ ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ എല്ലാവരും. ഞാനല്ല, ഞാനവിടെ കണ്ടിരുന്നോ? പിന്നെ ഞങ്ങൾ ഒരുമിച്ചല്ലേ, എന്തായാലും നമുക്കറിയാലോ എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ അവിടെ തഗ്രാണി ആയതുകൊണ്ട് അല്ല, ഓരോരുത്തർക്കും ഓരോ പേരുകൾ വന്നിട്ടുണ്ട് പല പല രീതിയിൽ. എനിക്ക് പേര് കേട്ടില്ല. ഞാൻ എന്താണ് അല്ല, ഇപ്പൊ പൊതുവെ തന്നെ ഒരു തഗ്രാണി എന്നാണ് അറിയപ്പെടുന്നത്. ഞാനല്ല. അതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കാവുന്നതാണ്? അതില്ല, നമുക്ക് പറയാനുള്ളത് എനിക്കാണെങ്കിലും പ്രതികരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിഖിലയുടെ പേര് മാറി തഗ്രാണി എന്നുള്ള മാറി ഇപ്പൊ ടർബലസ്റ്റാർ എന്നുള്ള ഒരു അറിയത്തില്ല. അങ്ങനെയല്ല, നമ്മളിപ്പോൾ എവിടെ പ്രതികരിച്ചാലും നമ്മുടെ അഭിപ്രായം പറഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാറുണ്ട്. അത് അതിന്റെ വഴിയിൽ അല്ല, അത്തരം വിമർശനങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നു രീതിയിൽ തോന്നുന്നുണ്ട്. ഒരു സ്ത്രീ വന്ന് ഒരു രീതിയിൽ പ്രതികരിക്കുമ്പോൾ അതിന് അഹങ്കാരി എന്നുള്ള രീതിയിൽ മുദ്ര കുത്തുമ്പോൾ അത് അങ്ങനെ അത് പറയുന്നത് എങ്ങനെ ഇരിക്കും, കാര്യമുള്ള കാര്യമാണോ വെറുതെ അഹങ്കാരം പറയുന്നതാണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. വെറുതെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ട് വെറുതെ അഹങ്കാരി എന്ന് പറയാറില്ല. അപ്പം എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ പറയുന്നതായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയുന്നത്. പിന്നെ ഈ പേരുകളൊക്കെ വരുന്നതാണെങ്കിലും എനിക്കറിയില്ല. അവൾ തഗ്രാണി എന്നുള്ള പേരൊക്കെ മാറി ഇപ്പോൾ അങ്ങനെ വന്നോന്ന് എനിക്കറിയില്ല. അപ്പോൾ തഗ്രാണി എന്നുള്ള ലേബിൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. കാരണം നമ്മൾക്ക് പറയാനുള്ള കാര്യമല്ലേ നമ്മൾ പറയുന്നത്. അതിനെ തഗ്ഗായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഓക്കെ. ഈ മേപ്പടിയാന് ശേഷം കഥയുന്നവരെ എന്നൊരു സിനിമ മറ്റേ സംവിധാനം ചെയ്യുന്നു. അതിലൊക്കെ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? മേപ്പടിയാന്റെ ഡയറക്ടർ തന്നെയാണല്ലോ. അല്ല, ആ സംവിധായകന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്. അല്ല, അത് വിഷ്ണു ചേട്ടൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ ഞങ്ങൾക്കുള്ള സൗഹൃദമാണ്. മേപ്പടിയാനാണെങ്കിലും അത് പിന്നെ വേറൊരു ഈ ഒരു കൈൻഡ് ഓഫ് ജോണർ ഭയങ്കര വ്യത്യാസമുണ്ട് രണ്ട് മൂവി. അപ്പം മേപ്പടിയാൻ അത്രയും സക്സസ് ആകുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു മൂവി വരുമ്പോഴാണെങ്കിലും വിഷ്ണു ചേട്ടൻ മാത്രമല്ല മൊത്തമുള്ള ടീം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ അറിയുന്ന ടീമാണ്. അപ്പോൾ എന്തായാലും അവരെല്ലാവരും കൂടി ഇങ്ങനത്തെ ഒരു ചിത്രം എടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും അത് വെറുതെ ആവില്ല എന്നുള്ളൊരു വിശ്വാസം അന്നുമുണ്ട് ഇന്നുമുണ്ട്. അത് നിങ്ങൾക്കും അത് മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഇനി കാണുന്ന ഓരോ പ്രേക്ഷകർക്കും അത് ഓക്കെ എന്നുള്ള രീതിയിൽ അവർ സ്വീകരിക്കുന്നുണ്ട്. ഈ വിഷ്ണു ചേട്ടൻ്റെ സിനിമയൊക്കെ മേപ്പടിയാൻ ഇറങ്ങിയ സമയത്ത് പല രീതിയിലും അറ്റാക്കുകൾ നേരിട്ടൊരു വ്യക്തിയായിരുന്നു വിഷ്ണു എന്ന സംവിധായകൻ. ഒരു പ്രൊപ്പഗണ്ട മൂവി എന്നുള്ള രീതിയിൽ ലേബിൾ കുത്തി അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടൊരു സംവിധായകനായിരുന്നു. പക്ഷെ കഥ ഇന്നുവരെ എന്നുള്ള ഫീൽ ഗുഡ് സിനിമയും അത്തരത്തിലൊരു പ്രൊപ്പഗണ്ട മൂവി എന്നുള്ള രീതിയിൽ മുദ്ര തോന്നുന്നുണ്ട്. അതിനെ അറിയില്ല, ഇന്നിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമുക്കിനി അടുത്ത ദിവസങ്ങളിൽ കാണാം. ഇപ്പൊ തന്നെ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അനുശ്രീനെ സംബന്ധിച്ചായാലും മനുഷ്യർക്കെതിരെയും ഇത്തരത്തിലുള്ള എനിക്കെതിരെ ഇന്ന് മാത്രമല്ലല്ലോ, മുമ്പ് ഞാനും മനസ്സാവാച അറിയാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട്. അത് അവരുടെ ഇഷ്ടം. അവർക്ക് സമയമുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ വിമർശിക്കട്ടെ. എനിക്ക് എപ്പോഴെങ്കിലും മറുപടി തോന്നും എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ പ്രതികരിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ പറയാൻ. ഇപ്പോൾ ഇതാണെങ്കിലും സിനിമയായിട്ട് മാത്രം കാണുക. സിനിമ കാണുമ്പോഴത്തേക്ക് നമ്മൾ വിമർശിക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിലേക്ക് കാണാൻ പോവുകയാണെങ്കിൽ പിന്നെ
പല സിനിമകളും ഉണ്ടാവുകയില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ സിനിമയെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആയിട്ട് മാത്രം നമ്മൾ കാണാമെന്നുള്ളതാണ്. പിന്നെ വിമർശനങ്ങൾ പറയാൻ ആഗ്രഹമുള്ളവർ എന്നും വിമർശിച്ചുകൊണ്ടേയിരിക്കും. അത്ര അത് ഇന്നുവരെ വലിയൊരു വിജയമാവട്ടെ.